നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ജനത എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് മുല്ലപ്പെരിയാർ. ഇതിന്റെയൊക്കെ തന്നെ ഒരു കാരണമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളടക്കം #മുല്ലപ്പെരിയാർ ഒക്കെ തന്നെ സജീവമായിരുന്നു. ഇപ്പോഴിതാ വളരെ ധൈര്യസമേതം ആരും പറയാതെ തന്നെ, ആരും അപേക്ഷിക്കാതെ തന്നെ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് പഠിക്കാനും അതിനെ സാങ്കേതികമായി അതിന്റെ വശങ്ങളെക്കുറിച്ച് അറിയുവാനും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ ആ ശ്രമം, ISRO ചെയർമാനുമായി നടത്തിയ ആ ചർച്ച ഇപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ജനങ്ങൾ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്ന ഓരോ വിശദാംശങ്ങൾക്ക് താഴെയും വന്ന ചില കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ തീ തിന്ന് ജീവിക്കുന്ന 5 ജില്ലകളിലെ ജനങ്ങളുടെ മനസ്സിൽ കുളിരുകോരിയിടുന്ന വാർത്തയാണ് സുരേഷ് ഗോപി ഞങ്ങൾക്ക് നൽകിയത്. ഈ കാര്യം മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞത് 3 കൊല്ലമായി ചെറുവിരൽ പോലും അനക്കാതെ മുങ്ങി നടക്കുന്നു. മൂപ്പർക്ക് കേരളം ഭരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുത്താതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുരേഷ് ഗോപിക്ക് ഒരു സ്പെഷ്യൽ സല്യൂട്ട്. മുല്ലപ്പെരിയാറിന്റെ പേരിൽ കോടികൾ വാങ്ങിച്ചിട്ടുള്ള പലതിന്റെയും തനിനിറം വെളിയിൽ കൊണ്ടുവരണം. സുരേഷ് ഗോപിയുടെ വിജയം പോലെ ഇതിന്റെ കാര്യത്തിലും ജനങ്ങൾ സന്തോഷിക്കും. ഇങ്ങനെയുള്ള 10 നേതാക്കൾ മതി. എന്തിന് 100ഉം 10,000ഉം? നാട്ടിൽ നല്ലത് നടക്കാൻ ഇങ്ങനെ 10 നേതാക്കൾ മതിയാകും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുവാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ മഹത്വം തന്നെയാണ്. മറ്റേതൊരു രാഷ്ട്രീയ നേതാക്കളെക്കാളും അദ്ദേഹം ഒരുപാട് ഉയർത്തി നിൽക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലെ പ്രളയ സാധ്യത മുൻകൂട്ടി അറിയുന്നതിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ISRO ചെയർമാനുമായി ചർച്ച നടത്തിയത്. ISRO ആസ്ഥാനമായ ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനിലാണ് കൂടിക്കാഴ്ച നടന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ രാജ്യത്ത് ക്രമാതീതമായി വർദ്ധിക്കുകയും ഈ സാഹചര്യത്തിൽ പ്രളയ സാധ്യത അടിയന്തരമായി വിലയിരുത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്നതിന് പുറമെ പുനരധിവാസ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഉയർന്ന റെസല്യൂഷനുള്ള ഭൂപ്രദേശ ഡേറ്റ ഉൾപ്പെടെയുള്ള ഉപഗ്രഹ അധിഷ്ഠിത വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സന്നദ്ധ സോമനാഥൻ അറിയിക്കുകയും ചെയ്തു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ പ്രൊഫസർ ജെയ്സൺ പോർ മുല്ലേരിക്കൽ, എറണാകുളം ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ പ്രതിനിധീകരിച്ച സുനിൽ പോൾ, ISROയുടെ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഡയറക്ടർ ഡോക്ടർ പ്രകാശ് ചൌഹാൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇതുവരെയും ആരും ഈ ഒരു നീക്കം നടത്തിയിരുന്നില്ല. കാരണം ഇത്തരം ബഹിരാകാശം വഴി അല്ലെങ്കിൽ അതിന്റെയൊക്കെ തന്നെ സാറ്റലൈറ്റിന്റെ സാധ്യതയൊക്കെ ഉപയോഗിച്ച് അത്തരം ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോലും കടക്കാത്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ആ മുൻകൈ എടുത്ത് കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും വലിയ പുതിയ ഡാം വേണമെന്നും അല്ലാതെ വേണ്ട, ഇത് വലിയ ശക്തമായിട്ടുള്ള ഒരു ഡാം തന്നെയാണെന്നും ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നൊക്കെ ഉള്ളത് കള്ളക്കഥ മാത്രമാണെന്നും ഒക്കെ തന്നെ പറയുന്നവർ നിരവധി പേരുണ്ട്. പക്ഷെ പൊട്ടില്ലായിരിക്കാം, അങ്ങനെ തന്നെ അതിന് ഒരു കേടുപാടും സംഭവിക്കാതെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതൊക്കെ തന്നെ അറിഞ്ഞും കേട്ടും കണ്ടുമൊക്കെ ഭയത്തിലിരിക്കുന്ന, ഭയന്ന് വിറയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ ഒരു പേടി സ്വപ്നമായി കണ്ടു നിൽക്കുന്ന നിരവധി പേർ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാം കാത്തിരുന്ന ഒരു സമാധാനത്തിന്റെ, ഒരു ആശ്വാസത്തിന്റെ ഒരു വാർത്ത കൂടി തന്നെയാണിത്. സുരേഷ് ഗോപിയുടെ ഇത്തരം കാര്യങ്ങൾക്ക് 100ൽ 100 മാർക്ക് തന്നെയാണെന്ന് തന്നെയാണ് ജനം ഒന്നടങ്കം പറയുന്നത്.